നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്നുള്ളത് ഈ ഒരു ചാനലിൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം നിങ്ങളെല്ലാവരും അത്തരം കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കാം, ഒരുപാട് പേര് ആ സ്ട്രഗിൾ നേരിടുന്നവരായിരിക്കാം, അതിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പലപ്പോഴും അങ്ങനെയുള്ള ഒരു സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ബിഹേവിയേഴ്സിന് ഉള്ള ഒരു ബ്ലെയിമും കൂടി നമ്മൾ കേൾക്കേണ്ടി വരിക എന്നുള്ളത്. അതായത് അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ബിഹേവിയേഴ്സിൻ്റെ കാരണം നമ്മൾ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്നും നമ്മളവിടെ സപ്പോർട്ട് കൊടുക്കാഞ്ഞിട്ടാണ് എന്നുമുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ വാദങ്ങൾ അല്ലെങ്കിൽ അയാളുടെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, സംഭവം നമ്മളുടെ സൊസൈറ്റിയും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം, നമ്മളവിടെ ഇവരെ കംഫർട്ടബിളാക്കി കൊണ്ടുപോകണം, പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകണം എന്നുള്ളത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്യൂസ് നമ്മൾ സഹിക്കുക, ഈ ഒരു മാനിപ്പുലേഷനും ഇൻവാലിഡേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഈ പറയുന്ന പോലെയുള്ള ബ്ലെയിം ഷിഫ്റ്റിങ്ങും എല്ലാം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റും എല്ലാം നമ്മൾ സഹിക്കുക എന്നുള്ള ആ ഒരു അബ്യൂസിലൂടെ കടന്നു പോവുക എന്ന് മാത്രമല്ല അവിടുത്തെ ചാലഞ്ച്. പലപ്പോഴും ഇത്തരം ബ്ലെയിമുകൾ കേൾക്കേണ്ടി വരിക, അതിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതും നമ്മൾ നേരിടുന്ന വലിയൊരു ചാലഞ്ച് ആവാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്ന പലതരം ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും അതിനെ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ കൾച്ചറലായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടോ അത്തരത്തിൽ അത് എസ്കലേറ്റ് ചെയ്ത് അബ്യൂസ് വരെ എത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും അത്ര തന്നെ അവയർനെസ് ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവയർനെസ് കൾച്ചറിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്ന മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിലുമാണ് സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോംസിലും വീഡിയോസും കണ്ടൻറ്റുമായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ ഒരു സ്വഭാവ രീതികൾക്കും അല്ലെങ്കിൽ അത്തരം അബ്യൂസിനുമെല്ലാം പലപ്പോഴും ഹെൽത്തിയർ ആയിട്ട് നിൽക്കുന്ന മറ്റേ നാർസിസ്റ്റിക് അല്ലാത്ത പാർട്ട്ണർ എങ്ങനെയാണ് ബ്ലെയിം ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നാർസിസം എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ട് അധികം ആർക്കും അറിയില്ല എന്നുള്ളതിൻ്റെ പ്രധാന റീസൺ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറമേക്ക് വളരെ ചാമിങ് ആയിട്ടും അല്ലെങ്കിൽ നോർമലായിട്ടും കാണപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളുടെ സമൂഹത്തിലെ മറ്റാളുകളോട് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളായിട്ട് വിലയിരുത്തപ്പെടുകയും തള്ളിക്കളയുകയും ചെയ്യാനുണ്ടാവുക. ഈ വിഷയത്തിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അബ്യൂസ് നമുക്ക് തിരിച്ചറിയാൻ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ പിന്നിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പൊതുവിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ച് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അതിൻ്റെ പിന്നിൽ തൻ്റെ സ്വഭാവത്തിലെ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റിഫിക്കേഷനിലേക്കും നമ്മൾ ന്യായീകരിക്കുന്നതിലേക്കൊക്കെ അത് പലപ്പോഴും എത്തിച്ചേരുന്നതും അങ്ങനെയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്, ലിങ്ക് ഐക്കാർഡിലുണ്ട്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് പാർട്ട്ണർ എത്രമാത്രം ഉറക്കെ പറയാൻ ശ്രമിച്ചാലും പലപ്പോഴും എനേബിളിംഗ് ആയിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതും അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതും ഈ ഒരു ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും തന്നെ അറിവുള്ള കാര്യമായിരിക്കും. അതിപ്പോൾ ഞാൻ പറയേണ്ടതായിട്ടുണ്ടാവില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടുന്നതിലേക്ക് പിന്നെയും പല ഫാക്ടേഴ്സ് നിൽക്കാറുണ്ട്. അതെന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം
നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് വേണ്ടുന്ന ആ ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടാതിരിക്കുകയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവാതെ പിന്നെയും അവർ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലാത്ത പാർട്ട്ണർ നേരിടുന്ന ഒറ്റപ്പെടലും മാനസിക സംഘർഷവും ചെറുതല്ല. ഇത്തരം സിറ്റുവേഷനിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ പലപ്പോഴും അവിടെ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങൾ പലപ്പോഴും നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവെയർനെസ് ഇല്ലായ്മയും അതിലേക്ക് വലിയൊരു ഫാക്ടർ ആവാറുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും നമ്മളുടെ കൾച്ചറിൽ ഇമോഷൻസിനെ, അതായത് ഒരാൾ മാനസികമായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എനേബിൾ ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ആ ഒരു ഡിസ്കംഫേർട്ട് സ്വാഭാവികമാണ്, സാരമില്ല, കുറച്ച് സമയമെടുത്ത് നിങ്ങൾക്ക് തന്നെ റിക്കവർ ചെയ്യാം എന്നല്ല. അതിനെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൾച്ചറിൽ പലപ്പോഴും അതിനൊരു പരിഹാരമായിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ പരാതികൾ പറയുമ്പോൾ അല്ലെങ്കിൽ വിഷമം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ അവിടെ സ്മിയർ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അയാളെ ഒരു വിക്ടിം ആയിട്ട് ആൾ അവിടെ ചമയുമ്പോൾ ആ ഒരു വിക്ടിമൈസേഷൻ ആൾ കാണിക്കുന്ന സമയത്ത് പലപ്പോഴും കൂടെയുള്ള ആളുകൾ അവിടെ അല്ലെങ്കിൽ അത് കാണുന്ന മറ്റ് ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, അങ്ങനെയുള്ള ആളുകൾ അതിനെ കണക്കാക്കുന്നത് പലപ്പോഴും അയ്യോ അയാൾ എത്രമാത്രം വിഷമിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം വിഷമിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. അല്ലാതെ അവിടെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം എന്നുള്ളതിലേക്ക് ആഴത്തിൽ ചിന്തിക്കാനോ അതിൽ ഇവർ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് അവരെടുക്കട്ടെ എന്ന് പറയാനോ നമ്മളുടെ സമൂഹം അത്ര അധികം ഒരു ഇമ്പോർട്ടൻസ് അവിടെ അതിന് കൊടുക്കാറില്ല. പകരം അതിനെ എനേബിൾ ചെയ്യുക എന്നുള്ളതിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ പാർട്ട്ണറിന് പലപ്പോഴും നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കും ഇത് എനേബിൾ ചെയ്തുകൂടാ, എന്തുകൊണ്ട് നിങ്ങൾക്കും ഇത് കണ്ടില്ല എന്ന് വെച്ചുകൂടാ, എന്തുകൊണ്ട് നിങ്ങൾക്കും ഇതിനെ പരിഹരിച്ച് താൽക്കാലികമായിട്ട് കൊണ്ടുപോകൂടാ. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. എങ്ങനെയാണ് നമ്മളുടെ സമൂഹം സ്റ്റാറ്റസ് കോ എന്നുള്ളത് നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. എന്താണ് സ്റ്റാറ്റസ് കോ? സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ, അതിനെ മോശപ്പെടുത്താൻ ആർക്കും താല്പര്യമില്ല. ആ അവസ്ഥ ഇനിയും മുൻപിലേക്ക് തന്നെ തുടരാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളവിടെ നമ്മളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്, നമ്മളവിടെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ വേണം എന്ന് നിർബന്ധിച്ച് പറയുന്നതല്ല, ഈ സ്റ്റാറ്റസ് കോയെ തകർക്കുന്നത് പോലെയായിട്ടാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഉള്ള സമാധാനം എന്തിനാണ് വെറുതെ ഈ വ്യക്തി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇവിടെ പലപ്പോഴും അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അബ്യൂസിനെ മറ്റൊരു വ്യക്തി അംഗീകരിക്കുന്നില്ല എന്നുള്ളതും വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് നയിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ജെൻഡർ റിലേറ്റഡ് ആയിട്ട് കൾച്ചറിൽ നിൽക്കുന്ന ഫാക്ടേഴ്സ് കയറി വരാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു അബ്യൂസ് നേരിടുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ സഹിച്ചുകൂടെ, ക്ഷമിച്ചുകൂടെ, അല്ലെങ്കിൽ സാരമില്ല, ഇതൊക്കെ സ്വാഭാവികമല്ലേ, നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ നീ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, നീ കുറച്ചും കൂടി വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, നീ കുറച്ചും കൂടി എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, നീ അന്ന് ഇന്നിങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും പലപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ജെൻഡർ എന്നുള്ള രീതിയിലുള്ള ജെൻഡർ റോൾസിൻ്റേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് പലപ്പോഴും അവിടെ കയറി വരാറുണ്ട്. ഇനി അങ്ങനെ ഒരു അബ്യൂസ് നേരിടുന്നത് ഒരു പുരുഷനാണെങ്കിലോ അവിടെയും അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പ്രശ്നം, ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണർ എന്നുള്ളതൊരു സ്ത്രീയാണ്, ആ ഒരു അബ്യൂസ് നേരിടുന്നത് പുരുഷനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ അബ്യൂസ് നേരിടുന്നു എന്നുള്ളത് മാത്രമല്ല, അത് പലപ്പോഴും നിങ്ങളവരെ ടേക്ക് കെയർ ചെയ്യാഞ്ഞിട്ടാണ്, നിങ്ങൾ അവർക്ക് വേണ്ടുന്ന കംഫർട്ട് കൊടുക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ പലപ്പോഴും കുറച്ചും കൂടി സഹിക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ കുറച്ചും കൂടി ഇമോഷണലി സപ്പോർട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്നിങ്ങനെയുള്ള തരം വാദങ്ങളായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. ഇനി നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി, ഈ ഒരു പാർട്ട്ണർ എന്നുള്ളത് ഒരു വൾണറബിൾ നാർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അവിടെ പലപ്പോഴും നമ്മളുടെ ലാക്ക് ഓഫ് സപ്പോർട്ട് എന്നുള്ളത് ആയിട്ടായിരിക്കും അവിടെ ഏറ്റവും അധികം അതിനെ സ്മിയർ ക്യാമ്പയിനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ
ആ ഒരു അബ്യൂസ് നേരിടുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കുറ്റപ്പെടുത്തലും കൂടി നേരിടേണ്ടി വരിക എന്നുള്ളത് പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫാക്ടർ ആവാറുണ്ട്. ഇത്തരം ഘടകങ്ങളെ പറ്റിയിട്ട് വലിയൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെപ്പറ്റി റേസ് ചെയ്യുമ്പോൾ, ഇത്തരം കോൺവെർസേഷൻസ് റേസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടാവാറുണ്ട്. നമ്മളവിടെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുക, പിന്നെയും കുറ്റപ്പെടുത്തലുകളിലേക്ക് പിന്നെയും അത് നയിക്കുക എന്നുള്ളത് ഡബിൾ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് പോലെ പ്രവർത്തിക്കാറുണ്ട്. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഗ്യാസ് ലൈറ്റിംഗ് മാത്രമല്ല, ഇത്തരം നെറേറ്റീവ്സിൽ നിന്നുള്ള ഗ്യാസ് ലൈറ്റിങ്ങും കൂടി വരുമ്പോൾ അത് വളരെയധികം കൺഫ്യൂസിങ് ആവുകയും വളരെയധികം ഡിഫിക്കൾട്ട് ആവുകയും ചെയ്യാറുണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി. ഇനി നമ്മളവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെയും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് പ്രശ്നങ്ങളെ ഒന്നും കൂടി സങ്കീർണമാക്കാറുണ്ട്. ഇത്തരം ഘടകങ്ങളെ പറ്റി തന്നെ നമുക്കൊരു അവയർനെസ് ഉണ്ടാകുമ്പോൾ നമുക്കവിടെ സഹായിക്കുന്നത് നമുക്ക് നമ്മളുടെ റിയാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഫാക്ടേഴ്സിൽ ഉറച്ച് ചിന്തിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വഴി അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ കൺഫ്യൂഷനിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അതിനപ്പുറം ഇത്തരം എനേബിളിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഇത്തരം ഫാക്ടേഴ്സും ഇനിയും തുടരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനിയും അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ. അല്ലാതെ ഇത്തരം ഘടകങ്ങളെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസ് ഒന്നും നമ്മുടെ കൾച്ചറിൽ ഒട്ടും നടക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനും അതുവഴി നമ്മളുടെ സാനിറ്റി നിലനിർത്താനും സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൂടുതൽ ഉണ്ടാക്കുന്നത് വഴി നിങ്ങൾക്കും അത്തരത്തിലുള്ള കുറച്ചെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹെഡ് സ്പേസിലേക്ക് നീങ്ങാനും സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.